19 വാക്യങ്ങൾ വായിക്കാം. ദാനിയേൽ 2:18-19. ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്വനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരനായ ഹനന്യാവോടും മീശായേലോടും അസര്യാവോടും കാര്യം അറിയിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്വനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു. സ്തോത്രം. ഈ സംഭവത്തിന്റെ പശ്ചാത്തലം ഞാനിപ്പോൾ വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. രാജാവ് കണ്ട സ്വപ്നത്തെ രാജാവ് മറന്നുപോയി. അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ ആ രാജ്യത്തെ വിദ്വാൻമാരെല്ലാം നശിപ്പിച്ചു കളയും, അവരെ വീടൊക്കെയും കുപ്പക്കുന്നാക്കുമെന്നൊക്കെ രാജാവ് ഓർഡർ ഇട്ടു. അങ്ങനെ ഈ അതിലുൾപ്പെടുന്ന വൈസ്മെനിൽ ഉൾപ്പെടുന്ന ദാനിയേലും കൂട്ടുകാരൻ ഇപ്പോ വലിയ പ്രയാസത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം. ആ രാജ്യത്തെ ആയിരിക്കുന്ന ആഭിചാരകന്മാർക്കോ മന്ത്രവാദിനികൾക്കോ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആർക്കും, ഒരു ഇന്റലിജന്റ് ഡിപ്പാർട്ട്മെന്റിനും രാജാവ് കണ്ട സ്വപ്നത്തെ ഓർത്തെടുത്ത് പറയാനോ അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാനോ കഴിയാത്ത വല്ലാത്തൊരു സാഹചര്യം നമുക്കറിയാം. സ്തോത്രം. നമ്മൾ ഒരാൾ കണ്ട സ്വപ്നത്തെ ഓർത്ത് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ പറയുമ്പോൾ ഒരു വല്ലാത്ത ടാസ്ക്കാണ്, ഒരു റെയർ ടാസ്ക്കാണ്, വല്ലാത്തൊരു അസൈൻമെന്റിൽ ആണ് രാജാവ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാനുഷ്യ ബുദ്ധിയിൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യം. ഹല്ലേലൂയ. മാനുഷ്യ ബുദ്ധിയിൽ നിന്നല്ല, എത്ര ഹ്യൂമൻ പവർ ഉപയോഗിച്ചാലും ടെക്നോളജി ഉപയോഗിച്ചാലും ഇന്നത്തെ കാലത്തും ഇങ്ങനെ ഒരു കാര്യമൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സപ്പോസ് നിങ്ങൾ ആരൊരു സ്വപ്നം നിങ്ങൾ കണ്ടു, അതെന്താന്ന് പറയാൻ എന്നോട് പറഞ്ഞാൽ മാനുഷ്യ ബുദ്ധിയിൽ ഒരിക്കലും സാധിക്കത്തില്ല. അങ്ങനെ പ്രയാസമേറിയ മിസ്റ്റീരിയസ് ആയിട്ടൊരു കാര്യം ദാനിയേലിന്റെയും കൂട്ടരുടെ മുമ്പിലോട്ട് എത്തി. ഹല്ലേലൂയ. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദാനിയേൽ എടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദാനിയേൽ പോയിട്ട് ഒരു തനിക്ക് പറ്റിയ കണക്ഷൻസിനെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് തനിക്ക് സഹായം ലഭിക്കാനോ അങ്ങനെ മറ്റു മാനുഷികമായ യാതൊരു സഹായങ്ങൾക്കും നിൽക്കാതെ ദാനിയേൽ എടുത്ത് ഒറ്റ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അകമ്പടി നായകനിൽ നിന്ന് പെർമിഷൻ മേടിച്ച് കാര്യം തിരക്കി അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി അല്പം കൂടി സമയം രാജസന്നിധിയിൽ നിന്ന് ദാനിയേൽ ചോദിച്ചു, ഞാൻ ഇതിന്റെ ആൻസർ പറയാം, എനിക്ക് അല്പം കൂടി സമയം തരണമെന്ന് പറഞ്ഞിട്ട് ദാനിയേൽ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഹല്ലേലൂയ തൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്, കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്, അതിന്റെ സീരിയസ്നെസ് ഒക്കെ അവർ മനസ്സിലാക്കിയിട്ട് അവരോട് പറയുന്ന കാര്യമുണ്ട്. നമുക്കതുകൊണ്ട് ഈ വിഷയത്തിന് ഉത്തരം തരണമെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ഇടപെടൽ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ദൈവസേനയിൽ പോകുന്നത് ദൈവത്തിന്റെ ദയയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ മേഴ്സിക്ക് വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നാണ് പറഞ്ഞത്. വേറെ ഒന്നുമല്ല, ഈ സ്വപ്നം വെളിപ്പെടുത്തി തരണേന്നും കൂടി അല്ല ദാനിയേൽ അവിടെ പറയുന്നത്, ദൈവത്തിന്റെ ദയയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ വായിക്കുമ്പോൾ 17 പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിന് ശേഷം വിദ്വാൻമാരോടും കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്വനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ. ആ വാക്യമാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്, കരുണ അപേക്ഷിപ്പാൻ. അവിടെ ദാനിയേൽ ചെയ്യുന്ന, കർത്താവേ ഇതിന്റെ ഉത്തരം വെളിപ്പെടുത്തി തരണേ, ഈ വിഷയത്തിൽ ഇന്ന വിടുതൽ തരണമേ, അല്ലെങ്കിൽ ഞങ്ങൾ നശിച്ചു പോലോ കർത്താവേ, ഞങ്ങളുടെ നാട് ഇവിടെ ഇല്ലാതായി പോലോ കർത്താവേ എന്നൊന്നുമല്ല ദാനിയേൽ പറയുന്നത്. അവിടെ പോയിരുന്നിട്ട് ദൈവസേനയിൽ പോയിരുന്നിട്ട് കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. കാരണം ദാനിയേലിന് മനസ്സിലായി, ദൈവത്തിന്റെ കരുണ കാണിക്കാതെ, ദൈവം ഞങ്ങളോട് ദയ കാണിക്കാതെ ഞങ്ങൾക്ക് ഇതിൽ വിടുതലില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിന് വേണമെങ്കിൽ ദാനിയേൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ നമുക്കറിയാം, 3 വട്ടം ദൈവസേനയിൽ പോയിരിക്കുന്ന മനുഷ്യനാണ്, പേഴ്സണൽ പ്രേയർ ശക്തമായിട്ടുള്ള ഒരു മനുഷ്യനാണ് തന്റെ തിരക്കുകൾക്കിടയിലെല്ലാം. പക്ഷേ എന്നാൽ പോലും ഇവിടെ ദാനിയേലിന് മനസ്സിലായി, ഇത് പേഴ്സണൽ പ്രേയർ പോരാ, ഇവിടെ ഒരു കോർപ്പറേറ്റ് പ്രേയർ വേണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ എന്ത് പറയാ, ഒരുമിച്ചിരിക്കുന്നു. ഒരു 4 പേര് അവർ ഒരുമിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നമ്മൾ കണ്ടു തന്റെ കൂട്ടുകാരായ ഹനന്യാവ്, മീശായേൽ, അസര്യാവ്, 4 ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. അപ്പൊ ഇവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കളക്റ്റീവായിട്ടൊരു ഫെയ്ത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ടെന്ന് ദാനിയേലിന് മനസ്സിലായി. കാരണം ചില അസൈൻമെന്റുകളുടെ മേലെ സ്വർഗം ചലിക്കണമെങ്കിൽ ഇതുപോലെയുള്ള കൂട്ടായ ചില പ്രാർത്ഥനകൾ അറ്റ്മോസ്ഫിയറിൽ വലിയ ഷിഫ്റ്റുകൾ കൊണ്ടുവരും. ഹല്ലേലൂയ.
ദൈവത്തിന്റെ ശക്തമായ ചില വെളിപ്പെടുത്തലുകൾക്ക്, ഹല്ലേലൂയ, ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവകരം ചലിക്കേണ്ടതിന് ഇതുപോലെയുള്ള കൂട്ടായുള്ള എഗ്രിമെന്റിൽ അവർ പ്രാർത്ഥിച്ചത് കേട്ടോ. സ്തോത്രം. അവരങ്ങൊന്നും അവനോട് പറഞ്ഞു അവൻ ജയിക്കാൻ വേണ്ടി. സത്യത്തിൽ ഞാൻ വിചാരിക്കുക ദാനിയേൽ ആ കാര്യം അവരോട് പറഞ്ഞില്ല. ഞാനിങ്ങനെ പോയിട്ട് പറഞ്ഞിട്ട് വന്നിരിക്കാന്നൊന്നും ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുന്നതായിട്ട് കാണുന്നില്ല. അവൻ പറഞ്ഞു നമ്മൾ നശിക്കാതിരിക്കേണ്ടതിന് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യം, ഇത് വളരെ പ്രാർത്ഥന വേണ്ടി ഒരു സമയമാണ്. നമുക്കതുകൊണ്ട് കാര്യം ചെയ്യാം, ദൈവത്തിന്റെ ദയക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലെ നാളെ പോയിട്ട് ഇത് ദൈവം വെളിപ്പെടുത്തി തന്നിട്ട് അവിടെ പോയി പറയാൻ വേണ്ടിയിട്ടെന്നല്ല പറഞ്ഞത്. വളരെ വിവേകത്തോടെയാണ് ദാനിയേൽ അവിടെ ചെയ്യുന്നത്. ഈ വിവേകം സ്വർഗത്തിലെ ദൈവമാണ് ദാനിയേലിന് പകർന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ പോലും വളരെ വിവേകപൂർവ്വം ഡീല് ചെയ്തിട്ട് തന്റെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് ദൈവസന്നിധി പോയിരുന്നിട്ട്, അപ്പൊ ദാനിയേലിന് അറിയാതെ എന്താണ് അപ്പൊ പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് അപ്പൊ ആവശ്യം എന്നുള്ളത്. മറ്റൊന്നുമല്ലായിരുന്നു ആ സമയം ആവശ്യം, ദൈവത്തിന്റെ ദയ ആവശ്യം. ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ ദയയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ദയ, നാം നശിച്ചു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയ കാരണമാണെന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ദയക്ക് വേണ്ടി അപേക്ഷിക്കാൻ സങ്കീർത്തനക്കാരൻ പലവട്ടം പല സങ്കീർത്തനങ്ങളോട് നമ്മളോട് പറയുന്നുണ്ട്. സ്തോത്രം. അവിടുത്തെ ദയ നീങ്ങിപ്പോകാത്തതാണെന്ന് പറയുന്നുണ്ട്. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ദയക്ക് വേണ്ടി ചില സമയങ്ങൾ നാം പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവിപ്പൽക്കാരം ഓർപ്പിക്കും. ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം ദൈവത്തിന്റെ ദയ നമ്മുടെ മേൽ, നമ്മുടെ ഭവനത്തിനു മേൽ വെളിപ്പെടാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ആ ദയ വെളിപ്പെടുമ്പോൾ, സ്തോത്രം, അതിനോടൊപ്പം വെളിപ്പെടേണ്ട നന്മകളും വിടുതലുകളും ബ്രേക്ക് ത്രൂകളും നമ്മൾ കാണുക തന്നെ ചെയ്യും. സ്തോത്രം. ഇവിടെ അവർ എഗ്രിമെന്റിന്റെ പുറത്താണ് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. ഒരാൾ തന്നെയല്ല, ചിലപ്പോൾ ചില വിഷയങ്ങളുടെ മധ്യേ നാം പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കുന്ന ചിലരോട് കൂടെ ചില എഗ്രിമെന്റിന്റെ പുറത്ത്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18:19 പറഞ്ഞിട്ടുണ്ടോ 3 പേർ എഗ്രിമെന്റ് ചെയ്തിട്ട് ഒരു വിഷയത്തിന് വേണ്ടി 2 പേർ ഐക്യമത്യപ്പെട്ട ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിനു മധ്യേ ഞാൻ ഉത്തരം തരുമെന്ന് കർത്താവിന്റെ ആത്മാവോടെ പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 18:19 തോന്നുന്നു. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സ്തോത്രം, എഗ്രിമെന്റിലുള്ള ചില പ്രേയറുകൾ, സ്തോത്രം, 2 പേർ ഐക്യമത്യപ്പെട്ട, അല്ലെങ്കിൽ 3 പേർ ഐക്യമത്യപ്പെട്ട, അല്ലെങ്കിൽ 4 പേർ ഐക്യമത്യപ്പെട്ടുള്ള ചില പ്രാർത്ഥനകൾക്ക് വേണ്ടി സ്വർഗം ചലിക്കാതിരിക്കാൻ സാധിക്കത്തില്ല. വലിയ പ്രവൃത്തികൾ കർത്താവ് ചെയ്തെടുക്കും. ഒരു പക്ഷേ ഒരു എക്സാം വിജയത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ മുന്നോട്ടുള്ള നമ്മുടെ ഭാവിയുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ. സ്തോത്രം. ചില അസൈൻമെന്റുകളുടെ മധ്യേ ചില എഗ്രിമെന്റിന്മേലുള്ള പ്രേയറുകൾ വളരെ അത്യാവശ്യമാണ്. നാം തനിയെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും, അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന ചിലരോടുകൂടെ എഗ്രിമെന്റ് ചെയ്തിട്ട് നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ഭവനത്തിനകത്തായി ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ പുറത്തുള്ളവരായിരിക്കാം, അവരോടുകൂടെ എഗ്രിമെന്റ് ചെയ്തിട്ട് ഒരു മനസ്സോടെ ഐക്യമത്യപ്പെട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ മേഴ്സി, ദൈവത്തിന്റെ ദയ അവിടെ ഇറങ്ങി വരുമെന്ന് ഈ സംഭവം നമ്മളോട് വിളിച്ചറിയിക്കുകയാണ്. കാരണം ചില ഐക്യങ്ങളുടെ പിറകിലാണ് ചില ദൈവ പ്രവർത്തികളുടെ റെവലേഷൻസിന്റെ വാതിലുകൾ തുറന്നു വരുന്നത്. ചില എഗ്രിമെന്റുകളുടെ പിന്നിലാണ്, സ്തോത്രം, ഹല്ലേലൂയ, ശത്രു അടച്ചു വെച്ച ചില രഹസ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരുന്നത്. സ്തോത്രം. അതുകൊണ്ട് എഗ്രിമെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടറാണ്. ആത്മീയ ലോകത്തിൽ, സ്പിരിച്വൽ വേൾഡിൽ എഗ്രിമെന്റിൽ നടക്കാത്ത, ഹല്ലേലൂയ, വെളിപ്പെടാത്ത, ഹല്ലേലൂയ, തുറക്കാത്ത ഒരു ഡോറുകളില്ല എന്ന് നമ്മൾ ഈ പകൽക്കാലം മനസ്സിലാക്കണം. വലിയൊരു മർമ്മമാണ് ദാനിയേലിന്റെ ഈ ലൈഫിലൂടെ നമുക്കിവിടെ വെളിപ്പെട്ട് വരുന്നത്. സ്തോത്രം. കാരണം ഹല്ലേലൂയ, പ്രാർത്ഥിക്കാൻ ഒരുക്കമുള്ള, മനസ്സൊരുക്കമുള്ള, ആത്മാവിൽ ഐക്യതയുള്ള ചിലരോട് നമ്മൾ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില വലിയ അസൈൻമെന്റുകൾ അവിടെ ബ്രേക്ക് ത്രൂ കാണുകയാണ്. അവിടെ വെളിപ്പെടുകയാണ്, അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. പിന്നെയുള്ള നാം വായിക്കുമ്പോൾ, സ്തോത്രം, ദാനിയേലിനെ ഏറ്റവും അധികം ആ ദേശത്ത് മാനിക്കുന്ന അനുഭവങ്ങളിലോട്ട്, ആ രാജ്യത്തിൽ ആർക്കും വെളിപ്പെടാത്ത, അല്ലെങ്കിൽ ആർക്കും വെളിപ്പെട്ട് വരാത്ത വലിയ കാര്യത്തെ, സ്തോത്രം, മനുഷ്യ ബുദ്ധിക്കല്ല, ഒരു ശക്തിക്കും വെളിപ്പെടുത്താൻ കഴിയാത്ത കാര്യം സ്വർഗത്തിലെ ദൈവം, സ്തോത്രം, ആ രാത്രി തന്നെ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇടയായിത്തീർന്നു. വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അവരുടെ കഥ അവിടെ കഴിഞ്ഞാണ്. നോക്കിക്കേ, അത്രമാത്രം മരണത്തെ മുഖാമുഖം കണ്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓർക്കുക, അവരുടെ പ്രാർത്ഥന എത്ര ശക്തിയുള്ള പ്രാർത്ഥനയായിരുന്നിരിക്കാം, എത്ര ശക്തിയുള്ള അവരെ ആത്മാവിൽ എത്ര വലിയ നിലവിളി ആയിരുന്നിരിക്കാം അവരന്ന് രാത്രിയിൽ അവിടെ കാഴ്ചവെച്ചത്. സ്തോത്രം. ഇതുപോലെയുള്ള ചില പ്രാർത്ഥനകൾക്ക് സ്വർഗം
ചലിക്കാതിരിക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയോടൊപ്പം തന്നെ ഇതുപോലെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവെ ചില എഗ്രിമെന്റൽ പ്രേയേഴ്സ് കർത്താവ് ചിലരോടൊപ്പം ചേർന്ന് ചില ഒരുമിച്ചിരുന്നുള്ള വിശ്വാസത്തോടു കൂടിയുള്ള ചില പ്രാർത്ഥനകൾക്ക് വേണ്ടി എന്നെയും സഹായിക്കണം. അതിനുവേണ്ടി എന്നെ ഒരുക്കണം. ദാനിയേലിന് പകർന്ന വിവേകത്തെ പരിജ്ഞാനത്തിന്റെ ആ ഒരു സോഴ്സിൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേലും പകരണമെന്ന് നാം പ്രാർത്ഥിക്കാൻ തയ്യാറാക്കി. കർത്താവിന്റെ ആത്മാവ് ഈ ദിവസങ്ങൾ അങ്ങനെ ചില പ്രാർത്ഥനകളിലൂടെ നമ്മെ നയിക്കട്ടെ. അപ്പോൾ തന്നെ ഹല്ലേലൂയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം ഹല്ലേലൂയ മറഞ്ഞിരിക്കുന്ന നന്മകളെ വിടുതലുകളെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഈ പകൽക്കാലം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.